നിങ്ങൾക്കറിയാമോ ഈ നൈസ് ഗൈസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? നമ്മളുടെ സമൂഹം തന്നെയാണ് ഇത്തരത്തിലുള്ള നൈസ് ഗൈസിനെ ഉണ്ടാക്കുന്നത്. അതായത് ചെറുപ്പം മുതലേ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും വളർത്തിയെടുക്കുന്നതും ഇത്തരത്തിലൊരു നൈസ് ഗൈസ് കാറ്റഗറിയിൽ ഉൾപ്പെടാനാണ്. അതായത് മറ്റുള്ളവർക്കിടയിൽ നല്ലവനാകണം, മറ്റുള്ളവർ നല്ലത് പറയണം, ഇത്തരത്തിലെല്ലാം പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത്. വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നീ ഇതെല്ലാം ചെയ്താൽ നല്ല കുട്ടിയാണ്, ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ നീ നല്ല കുട്ടിയാകും, ഇത്തരത്തിൽ എന്തെല്ലാം ചെയ്യണം ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ ഒരു നൈസ് ഗൈസ് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. ഇത്തരത്തിൽ ഇതെല്ലാം കേട്ടും കണ്ടും വളർന്നു വരുന്ന ആളുകൾ പലപ്പോഴും ഒരു നൈസ് പേഴ്സണായി മാറുമെങ്കിലും പലരും അവരുടെ ലൈഫിൽ പഠിച്ച കാര്യം എന്തെന്നാൽ ഇത്തരത്തിലാവുന്നത് കൊണ്ട് വളരെയധികം സ്ട്രഗിൾസും ദുഃഖങ്ങളും മാത്രമേ നമ്മുടെ ലൈഫിൽ നേരിടേണ്ടി വരികയുള്ളൂ എന്നതാണ്. ഒരു സത്യം എന്തെന്നാൽ പലരും നമ്മളെ നല്ലൊരു വ്യക്തിയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നല്ലൊരു വ്യക്തിയായി എങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ ബിഹേവ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പലരും ഇഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ താനൊരു നല്ല വ്യക്തിയാണെന്ന് കാണിക്കാനായി പലപ്പോഴും ഇത്തരത്തിലുള്ള നൈസ് ഗേ ബിഹേവിയർ പുറത്തെടുക്കുന്നു. ചെറുപ്പത്തിൽ നിങ്ങളും ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ വേണമെന്നോ വാശി പിടിക്കുകയോ നിർബന്ധം പിടിക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലെല്ലാം പെരുമാറുന്നത് ഒരു മോശം ബിഹേവിയർ ആണെന്നും ഇതെല്ലാം മോശം ആളുകളുടെ പെരുമാറ്റമാണെന്നും എല്ലാം പറഞ്ഞ് വാശി പിടിക്കുന്നതും തൻ്റെ അഭിപ്രായങ്ങളെ തുറന്നു പറയുന്നതുമെല്ലാം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും പലപ്പോഴും നമ്മളെയെല്ലാം ഒരു നൈസ് പേഴ്സണായി ഒതുക്കി കളയുന്നതും ഇത്തരത്തിലുള്ള സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൻ്റെ ഫലമാണ്. നിങ്ങളുടെ ചെറുപ്പം മുതൽ ഈ കാലയളവ് വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പല സന്തോഷങ്ങളെയും ഇല്ലാതാക്കിയ നൈസ് ഗൈസ് പേഴ്സണാലിറ്റി കൊണ്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്